ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ എത്തിയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ബോധമൊന്നും ഉണ്ടായില്ല. വേഗം കിടന്നുറങ്ങി. അമ്മാരി ടയർഡായിരുന്നു. ഇപ്പോൾ രാവിലെ 9 മണിയായി. സംഭവം പ്രോപ്പർട്ടി സെറ്റപ്പ് ആട്ടോ. പക്ഷെ കുറച്ച് നല്ല ഉള്ളിക്കാണെന്നുള്ളൂ. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന അടിപൊളിയാണ്. കാണാനും ഉണ്ട്, വൃത്തിയുണ്ട്. പിന്നെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ലൊക്കേഷനാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. ഇത് ക്യാമ്പ് ഫയറിനുള്ള സ്ഥലമാണ്. അവിടെ സ്റ്റാഫിനുള്ള റൂമുണ്ട്. ഇത് ക്യാമ്പ് ഫയർ. വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു റൂം, അത് ഞങ്ങളുടെ റൂം. ഇത് സെക്കൻഡ് റൂം. ബാക്കി 2 റൂം ഉള്ളിലാണ്. അടിപൊളി സ്ഥലമാണ്, കിടു സ്ഥലമാണ്. ഇന്നലെ രാത്രി വരുമ്പോൾ കോടാന്ന് പറഞ്ഞാലും പോരാ. വീഡിയോയിൽ എടുത്തില്ല, അതിനും ഗോപ്രോ ഓഫ് ആവുകയും ചെയ്തു. പിന്നെ നല്ല ലൈറ്റും ആയിരുന്നു. കിടിലൻ കോട. റോഡ് കാണാൻ പറ്റാത്ത രീതിക്ക് കൂടെ ഞാൻ ഫോണിലെടുത്തിട്ട് പറ്റാൻ അപ്ലോഡ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ചിത്രം ഇന്നലത്തെ തണുപ്പ്? എങ്ങനെയുണ്ട്? വൈബല്ലേ? എങ്ങനെയുണ്ട് ഊട്ടി ക്ലൈമറ്റ്? ജിംബോഡി രാഘവേട്ടൻ. അയ്യോ സോറി, കൊടൈക്കനാൽ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? എടാ പൊട്ട കൊടൈക്കനാൽ എന്നാ പറഞ്ഞു. രാഘുലേട്ടൻ അങ്ങനെയൊക്കെ പറയും. ഹലോ ഗൈസ്, അപ്പോൾ ഒന്ന് ഞാൻ ഹോം ടൂർ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എൻട്രി. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ഹാളുണ്ട്. പിന്നെ ഇതൊരു റൂമാണ് വിത്ത് കണക്റ്റഡ് ഒരു ഗ്ലാസ് ഡോർ എല്ലാം വെച്ച് ഒരു ഇത് വർക്കൗട്ട് സെക്ഷൻ. ഇത് വേറൊരു റൂമാണ്. പിന്നെ നമുക്കൊരു കിച്ചൺ ഉണ്ട്. കിച്ചണിൽ നമുക്ക് ഓവൻ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഉണ്ട്. നമ്മുടെ ഇത് വർക്കാവുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് കുക്ക് ചെയ്യാൻ വേണ്ട പാത്രങ്ങൾ ഇത് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജ് നമ്മൾ തന്നെ ഓണാക്കിയിട്ടില്ല. ഫ്രിഡ്ജ്. ഇത് വേറെ റൂമാണ്. ഈ റൂമിലെ ബെഡ് ഇച്ചിരി കുഞ്ഞ ബെഡാണ്. ഹായ് ഗോപു. ഗോപു ഉണ്ട്, കുഞ്ഞു ഉണ്ട്. ഇതൊരു ചെറിയ റൂമാണ്. ഞാൻ പറഞ്ഞ റൂം ഇതാണ്. ഇത് ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ പാകത്തിൽ ബെഡും ഒരു വലിയ ഹാളാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേറെ റൂം. ഈ റൂമിൽ അതുപോലെ ഒരു നല്ല ഗ്ലാസ് വ്യൂ. ഹോട്ടലിലെ ഹിൽ ടോപ്പ്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടാണ്. ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടാണ് ഞങ്ങളപ്പോൾ. ഈ മൊത്തം ചുറ്റിക്കറങ്ങി കണ്ടുവരാൻ ബൈക്കൊക്കെ ഇവിടെ സേഫായിട്ട് ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെ അല്ലേ? സൺസ്ക്രീനൊക്കെ ഇട്ടില്ലേ? ഓ സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളിവിടെ ഹിൽ ടോപ്പ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ബിരിയാണിക്ക് 275 രൂപ ഉണ്ട്. ഇത്ര നേരമായിട്ട് ഞാൻ ഇവരെല്ലാവരും പരിചയപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്താം. ഇതെൻ്റെ ഒരു അനിയൻ ശ്രീനാഥ്. ഇതെൻ്റെ ഒരു ഏട്ടൻ ജിഷ്ണു. ഏട്ടൻ്റെ വൈഫാണ് പ്രിയ.
പിന്നെ ഇതിന്റെ മെയിൻ സുന്ദരൻ അനിയൻ ജിത്തു, അഭിജിത്ത്, ജിമ്മൻ. ഇത് രണ്ടാമത്തെ ഏട്ടൻ വിഷ്ണുവേട്ടൻ, വിഷ്ണുവിന്റെ വൈഫ് ഗോപിക. ഇത് ഞങ്ങളുടെ കൂട്ടത്തിലെ മെയിന് ആരാ? രാഹുൽ സാർ. രാഹുൽ എവിടെ പോയാലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. സ്നാപ്ചാറ്റ് സിംഗം. അപ്പൊ എന്താ അറിയോ, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കപ്പിൾസ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ട്രിപ്പ്. അത് ഇത്ര ദൂരം ബൈക്ക് റൈഡ്. അതിന്റെ ഒരു ടയർഡ്നെസ് എല്ലാവരുടെയും മുഖത്തുണ്ട്. പക്ഷെ എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാരും മൂഡിലല്ലേ? അല്ല പിന്നെ സംഭവേ കുറേ കാലത്തിന് മുന്നെയാണ് ഇപ്പോൾ വന്നത്. അത് കഴിഞ്ഞിട്ടൊരു കോളേജ് പഠിക്കുമ്പോഴല്ലേ നമ്മൾ ലാസ്റ്റ് വന്ന കൊടൈക്കനാൽ. അതെ, റൂമിങ് ചെയ്ത സ്ഥലമാണ്. അതെ, ഞങ്ങൾ പണ്ട് ഓർമ്മകൾക്കായി ഉറക്കാൻ സൈക്കിൾ ഓടിക്കുന്നു. തണുപ്പുണ്ട്. സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ട് മാസം കാണിക്കാൻ വന്നപ്പോ തൊഴിഞ്ഞു. ഒരു ചായ അടിക്കാം. സെറ്റ് വാങ്ങിക്കോ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. അടുത്ത പരിപാടി എന്താ? ബോട്ടിംഗ്. ബസ് ഡ്രൈവറാണ് കേറിക്കണത്. അയ്യോ അയ്യോ ഓടി വരണേ. ഏട്ടാ ടിക്കറ്റ് സമയം നോക്കടി വാവേ. എങ്ങനെയുണ്ട്? അയ്യോ പോച്ചേ. സംഭവേ ഒരുപാട് വട്ടം ചെയ്താണെങ്കിൽ ഇതൊരു വേറെ വൈബാട്ടോ. ഹായ്. ഇത് ബ്രേക്ക്, ഇത് ഹിമാലയനല്ല. സംഭവമായി ടീമായി വന്നത് വേറെ വൈബാട്ടോ. 3 ബോട്ടാണ് എടുത്തത്. പക്ഷെ പരസ്പരം പിടിച്ചിട്ട് 3 ബോട്ട് ഒരുമിച്ചാ പോണേ. ഒരുമയുണ്ടല്ലോ ഒലക്കേമിന് കണക്കാനുള്ള ആരാവിടെ. അതെ, സ്പീഡ് കൂടിയല്ലോ. 8-9 ആൾക്കാർ 10 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ബോട്ട് തികഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇത് എളുപ്പാ, ഇങ്ങനെ പിടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ എല്ലാവർക്കും എന്താ വെച്ചാൽ ഒരുമിച്ച് കറങ്ങാം. എന്നിട്ട് നടുവിൽ കുറച്ചു നേരം നിർത്തിടാം. നിങ്ങളിപ്പോ നടുവിൽ കുറച്ചു നേരം നിർത്തിയിട്ടെന്നാ. എല്ലാരും കഷ്ടപ്പെട്ട് ചവിട്ടി ഫസ്റ്റ് എടുക്കുമ്പോ ഒരു നാട് കടന്നുറങ്ങാം, കാലം വെച്ച് കടന്നുറങ്ങാം. ആ ഓക്കെ. Wow! What a shot, man! Camera please. കോടിറങ്ങുന്നു ഗൈസ്. നല്ലൊരു മഴ വരുന്ന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. നല്ല കോടിറങ്ങുന്നുണ്ട്. നമ്മുടെ റൂമിൻ്റെ അവിടെ എന്താ അവസ്ഥ അറിയില്ല, പോയി നോക്കണം. ഇതിൽ ക്യാമറയിൽ എത്രയും വ്യൂവബിൾ ആണോ എന്നറിയില്ല, പക്ഷെ നല്ല കോടിറങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ കണ്ടു കളിക്കും. നമ്മളുണ്ടല്ലോ അത്യാവശ്യം നല്ല പീസും കോട വൈബൊക്കെ വേണ്ടവർക്ക് ഈ പ്രോപ്പർട്ടി അടിപൊളിയാണ്. കാരണം ഇപ്പോൾ കൊടൈക്കനാലുള്ള ക്ലൈമറ്റായിട്ട് ഒരു ബന്ധമില്ല. കുറച്ചും കൂടി മേലേക്ക് കയറിയപ്പോൾ കണ്ടില്ലേ കോട ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ നിൽക്കണ പ്രോപ്പർട്ടിയൊക്കെ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഇത്ര കോടല്ലേ, ഇങ്ങോട്ട് കയറിയപ്പോൾ ക്ലൈമറ്റ് എൻ്റർലി ഡിഫറെൻ്റ്, അടിപൊളിയാണ്. അത്യാവശ്യം എന്താ പറയുക, ടൗണിൽ നിന്ന് ഒരുപാട് ദൂരത്ത്
ആവരുത് വീട് അങ്ങനെയുള്ളവർ ഇവിടെ എടുക്കരുത്. കാരണം 5 കിലോമീറ്റർ 4-5 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല പീസ്ഫുള്ളായിരിക്കണം, പിന്നെ കോടമഞ്ഞ് വൈബ് കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടെ എടുക്കാം. കാരണം അവിടെ അല്ലെങ്കിലും ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ ഇത്ര തണുപ്പില്ല, ഈ കോടേൻ്റെ പ്രശ്നം ഒന്നുമില്ല. പക്ഷേ ഇങ്ങോട്ട് കയറിയപ്പോൾ ആകെ ക്ലൈമറ്റ് മാറിക്കണ്ടില്ലേ. സംഭവം ഉണ്ടല്ലോ. പ്രോപ്പർട്ടി എങ്ങനെ ഉണ്ട് നിങ്ങൾ തന്നെ പറയാം അല്ലേ? അതെ, നമുക്ക് അവിടുത്തെ പ്രൈവസി ഉണ്ട്, അവിടുത്തെ തിരക്കുകൾ സൗണ്ടുകൾ ഒന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് 10 ആളൊക്കെ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം. നമുക്ക് പെർ ഹെഡ് ഏകദേശം ഒരു 800 രൂപയൊക്കെ വരുള്ളൂ 10 ആളൊക്കെ ഉണ്ടെങ്കിൽ. പുതിയ പണിക്കാരനെ കിട്ടിയിട്ടുണ്ട് ഹോട്ടലില്. ഏത് ഓർഡറും സ്വീകരിക്കും, ആർക്കും കൊടുക്കും. രാഹുൽ 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 ശമ്പളം എത്ര? ദോശ ചപ്പാത്തി മേലെ കൊടുക്കാൻ എന്നോട് പോയി എടുത്ത് കൊടുക്കണം. കൊടുക്കുന്ന ഉണ്ണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു, ഫണ്ണായിരുന്നു, ഹാപ്പിയാണ് എല്ലാവരും. നമ്മൾ പുറത്ത് പോയി കഴിച്ച് വന്നു, കിടന്നു. നല്ല തണുപ്പാണ്. എത്രയും പെട്ടെന്ന് കിടന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.